ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഉണർവ്, റിവൈവൽ. ഏറ്റവും വലിയ റിവൈവൽ നടന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലാകുന്നു. റിവൈവലിസ്റ്റ് ഹോളി സ്പിരിറ്റ് ആകുന്നു റിവൈവലിസ്റ്റ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ആ ഉണർവ് നടന്നപ്പോൾ, ഗ്രേറ്റസ്റ്റ് റിവൈവൽ നടന്നപ്പോൾ, അത് പെട്ടെന്നാണ് സംഭവിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർഥ്യരും മേദ്യരും എലാമ്യരും മെസൊപ്പൊത്തോമിയയിലും യഹൂദിയിലും കപ്പദോക്യയിലും പൊന്തിസിലും ആസിയിലും ഫ്രുഗിയിലും പുംഫിലിയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. 15ഓളം രാജ്യങ്ങളുടെ പേരുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15ഓളം രാജ്യങ്ങളുടെ പേരുകൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും ഭ്രമിച്ചു, ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ഒന്നാമത്തെ ഉണർവിൻ്റെ ചരിത്രമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ സമയത്ത് ഉണർവുകളെ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരുന്നു. അങ്ങനെ ഒരു അത്ഭുതമാണ് ബാംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റിയിൽ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 9 ദിവസമായിട്ട് അവിടെ തുടർമാനമായിട്ട് ദൈവസാന്നിധ്യത്തിൻ്റെ നിറവും ദൈവിക ആരാധനകളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. വചന പ്രഘോഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറും അത് മാധ്യമങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നു. 24 മണിക്കൂറുകളും മാധ്യമങ്ങളിലൂടെ ആ ഉണർവിനെക്കുറിച്ച് നമുക്ക് അറിയുവാൻ കഴിയും, അനുഭവിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പ്രക്ഷേപണങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രക്ഷേപണങ്ങൾ കഴിഞ്ഞ 9 ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 ദിവസമായി അവർക്കത് ഓഫ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. മഹാത്ഭുതകരം. ഇലക്ട്രോണിക് സിറ്റിയിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ 13, 14, 15 ദിവസങ്ങളിൽ എനിക്കും കടന്നുപോയി ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചു. നല്ല ശുശ്രൂഷ, സാധാരണ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ നടക്കുന്ന നല്ല ശുശ്രൂഷ. അന്ന് പാസ്റ്റർ അനീഷ് മനോജ് സ്റ്റീഫൻ അവറുകൾ എൻ്റെ പ്രഭാഷണങ്ങൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. നല്ല ശുശ്രൂഷകൾ. അതിനുശേഷം ഞാൻ മടങ്ങിപ്പോന്നു. എന്നാൽ ആ ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ ദിവസം പാസ്റ്റർ റൈസൺ തോമസ് അവറുകൾ ശുശ്രൂഷിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അവർ കൂടിയിരുന്ന ആ സ്ഥലത്ത് വളരെ ഘനമേറിയ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. അതവർ തിരിച്ചറിഞ്ഞു. മണിക്കൂറുകൾ ശുശ്രൂഷകൾ മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് രാത്രിയിലെ ശുശ്രൂഷ 12 മണിയായിട്ടും തീരുന്നില്ല. ശുശ്രൂഷിച്ചവർ മടങ്ങിപ്പോയെങ്കിലും ഹാളിനുള്ളിലുണ്ടായിരുന്ന, ചർച്ചിനുള്ളിലുണ്ടായിരുന്ന യുവജനങ്ങൾ അവർ ആരാധിക്കുവാൻ തുടങ്ങി. അത് രാത്രി മുഴുവൻ തുടർന്നു. വെള്ളിയാഴ്ച വീണ്ടും അതേ
അനുഭവങ്ങൾ തുടരുകയാണ്. വെള്ളിയാഴ്ചയാണ് അവർക്ക് മനസ്സിലായത് ഇതൊരു ഉണർവിലേക്കാണല്ലോ നീങ്ങുന്നത്. പിന്നെ സാമൂഹിക മാധ്യമങ്ങൾ ഓഫ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. വെള്ളിയാഴ്ച മുതൽ തുടർമാനമായിട്ട് 24 മണിക്കൂറും ആ ശുശ്രൂഷകൾ സംഭവിക്കുന്നു. 24 മണിക്കൂറും. ആമേൻ. വെള്ളി, ശനി, ഞായർ തുടങ്ങിയുള്ള ദിവസങ്ങളിൽ, ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ നോൺ സ്റ്റോപ്പായി ആ ചർച്ചിനുള്ളിൽ ആരാധന നടക്കുകയാണ്. ലോകവ്യാപകമായിട്ട് ഈ വാർത്തകൾ പരന്നിരിക്കുന്നു. എനിക്കും അവിടെ കടന്നു പോകുവാനും അത് നേരിട്ട് കാണുവാനും അനുഭവിക്കുവാനും ഒക്കെയുള്ള അവസരം ലഭിച്ചു. ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്ന ഉണർവ് എന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നൈജീരിയയിലായിരുന്നപ്പോൾ അപ്പോസ്റ്റൽ ജോൺസൺ സുലൈമാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, വളരെ വൈകാതെ തന്നെ ഇന്ത്യയെ 3 ഉണർവുകൾ ഹിറ്റ് ചെയ്യുവാൻ പോകുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ ഒന്നാമത്തെ ഉണർവ് വളരെ പ്രത്യക്ഷമായിട്ട് സദേൺ ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണ ഇന്ത്യയിൽ അത് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അടുത്ത 2 ഉണർവുകൾ കൂടെ വൈകാതെ ജൂൺ 4 മുന്നമേ തന്നെ പൊട്ടിപ്പുറപ്പെടുമെന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ വിളിച്ചു പറയുന്നു. ഇതൊരു വലിയ അത്ഭുതകരമാകുന്ന സമയമാണ്. ഇത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ കൂടുതൽ കർത്താവിലേക്ക് അടുപ്പിക്കുകയാണ്. യേശുവിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിക്കുകയാണ്. ഉണർവുകളിലൂടെ സംഭവിക്കുന്നത് അതാണ്. യേശുവും നാമും തമ്മിലുള്ള ആ അടുപ്പം, ഇൻറ്റിമസി വർദ്ധിക്കുകയാണ്. ഒരു ഇൻറ്റിമസിയുടെ റിവൈവലാണ്. ഓരോ റിവൈവലിനും ഓരോ കാര്യങ്ങൾ അതിൽ മുന്തി നിൽക്കും. ചില ഉണർവിൽ അത്ഭുതങ്ങളായിരിക്കാം. അസൂസയിൽ നടന്ന ഉണർവിൽ അന്യഭാഷയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഈ ഉണർവിൽ ഇൻറ്റിമസി, കർത്താവുമായിട്ടുള്ള ആ സാന്നിധ്യം, ആഴമേറിയ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി ജനം ഓടിക്കൂടുകയാണ്. ഇപ്പോൾ ദേശത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. എന്തിനേറെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരായിട്ടുള്ളവർ ബാംഗ്ലൂരിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ചിലർ ചോദിക്കും, ഇത് യഥാർത്ഥത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ഉണർവാകുന്നുവോ എന്നൊരു ചോദ്യം ചിലപ്പോൾ ഹൃദയത്തിലുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഉണർവുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഉണർവുകൾ സംഭവിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത് തീവ്രമാകുന്ന ആഗ്രഹമുള്ള ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടണം. മനുഷ്യൻ്റെ ഇടയിൽ ദൈവനാമം മഹത്വപ്പെടണം. മനുഷ്യർ ദൈവത്തിലേക്ക് തിരിയണം. പാപവഴികളെ വിട്ട് യേശുക്രിസ്തുവിനെ അവർ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. ഈ കാര്യങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരും. കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ ഉണർത്തണമേ, ഉണർത്തണമേ, ഉണർത്തണമേ. മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളാണ്, ഉണർവിന് വേണ്ടിയുള്ള തീവ്രമാകുന്ന ആഗ്രഹമാണ് ഉണർവിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാനിത് കാണുകയാണ്. ബാംഗ്ലൂരിൽ വെച്ച് പാസ്റ്റർ അനീഷ് മനോജ് സ്റ്റീഫനെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഉണർവിനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ഡൽഹിയിൽ പോകുമ്പോൾ പാസ്റ്റർ ചാണ്ടി വർഗീസ് അവറുകളെ കാണുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഉറക്കത്തിലും ഉണർവിലും എല്ലാം ഉണർവിനെക്കുറിച്ചാണ് പറയുന്നത്. ആമേൻ. ഉണർന്നിരിക്കുകയാണെങ്കിൽ അപ്പോഴും ഉണർവിനെക്കുറിച്ച് പറയുന്നു. ഉറക്കത്തിൽ, സ്വപ്നത്തിൽ പോലും ഉണർവിനെക്കുറിച്ച് പറയുന്നു. പാസ്റ്റർ രാജ്മോഹൻ ഡൽഹിയിൽ ഉണർവിനെക്കുറിച്ച് മാത്രം പറയുന്നു. എപ്പോഴും കാണുമ്പോൾ ജനം ഉണർത്തപ്പെടണം, ജനം യേശുവിലേക്ക് അടുത്തു വരണം, ഇന്ത്യയിലൊരു ഉണർവ് നടക്കണം. ഇതേപോലെ 100 കണക്കിന് ദൈവദാസന്മാർ, വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഉണർവിനെ ഗർഭം ധരിച്ച ദൈവദാസന്മാർ ഈ കഴിഞ്ഞുപോയ കുറേ വർഷങ്ങളായിട്ട്, വേണമെങ്കിൽ ഒരു 10 വർഷം എന്ന് വേണമെങ്കിൽ പറയുവാൻ കഴിയും, ഒരു 10 വർഷത്തോളമായിട്ട് ഇത്തരത്തിലുള്ള ദൈവദാസന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കോവിഡ് സമയത്ത് ഒരു രാത്രി പ്രാർത്ഥന ഞങ്ങൾ ആരംഭിക്കുകയുണ്ടായി. സൂമിലാണ് ആ രാത്രി പ്രാർത്ഥന ആരംഭിച്ചത്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 5 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 5 വർഷമായിട്ട് എല്ലാ ദിവസവും രാവിലെ 4 മുതൽ 5 വരെ പ്രഭാത പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയിലുള്ള പ്രാർത്ഥനയുണ്ട്. എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ 3 മണിക്കൂർ രാത്രി പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനകളിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം എന്താണെന്നറിയാമോ? ഉണർവ്. കർത്താവേ, ഈ രാജ്യത്തൊരു ഉണർവിനെ അയക്കണമേ. കർത്താവേ, ഈ രാജ്യത്ത് ഒരു ഉണർവിനെ അയക്കണമേ. 5 വർഷത്തിന് മുന്നമേയും വ്യക്തിപരമായി ഞാൻ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ, അങ്ങനെ പറയുകയാണെങ്കിൽ 32 വർഷത്തിലധികമായിട്ട് ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഈ 5 വർഷം അതങ്ങ് തീവ്രമായി എന്ന് പറയുവാൻ കഴിയും. മാത്രവുമല്ല, സംഘം ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. രാത്രിയിൽ 100 കണക്കിന് ആളുകൾ സൂമിൽ വരുന്ന സൂമിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ഇത് വലിയ ആഗ്രഹത്തിൻ്റെ പ്രകടനങ്ങളാകുന്നു. ഇങ്ങനെ ദൈവസാന്നിധ്യത്തിൽ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ച നൂറുകണക്കിന്, വേണമെങ്കിൽ ആയിരക്കണക്കിന് ദൈവമക്കൾ, ദൈവദാസന്മാർ ഈ രാജ്യത്ത് കുറേ വർഷങ്ങളായിട്ട് ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഉണർവിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന തീവ്രമാകുന്ന ആഗ്രഹമാണ്. ആ ആഗ്രഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനേകം ദൈവദാസന്മാരിൽ വ്യക്തമായി കാണുകയുണ്ടായി. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉണർവിൻ്റെ കാരണമെന്ന് പറയുന്നത് മനുഷ്യഹൃദയങ്ങളിൽ ഉണർവിന് വേണ്ടി ഉണ്ടാകുന്ന ആഗ്രഹമാണ്. രണ്ടാമത്, ഇങ്ങനെ ആഗ്രഹമുള്ളവർ ചെയ്യുന്നൊരു കാര്യമാണ്, അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ഉണർവുണ്ടായി. ആ ഉണർവിന് മുന്നമേ ഈ ശിഷ്യന്മാർ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അവരെക്കുറിച്ച് പറയുന്നത്, യേശുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും മാളികമുറിയിൽ വന്നു. മാളികമുറിയിൽ വന്നതിന് ശേഷം 13-ാമത്തെ വാക്യം, അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിൻ്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ളൊരു സംഘം കൂടിയിരിക്കുമ്പോൾ 120 പേർ അപ്പോസ്തലന്മാരോട് ചേർന്ന്, അതിൻ്റെ കൂട്ടത്തിൽ സ്ത്രീകളുമുണ്ട്, യേശുവിൻ്റെ അമ്മയായ മറിയുമുണ്ട്, ഇവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉണർവാഗ്രഹിക്കുന്ന ഈ സംഘം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര ദിവസം? 10 ദിവസം പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ആഗ്രഹം. ആയിരങ്ങളുടെ ഹൃദയത്തിൽ ഉണർവിന് വേണ്ടി ആഗ്രഹമുണ്ടാകുന്നു. 2, അവർ പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞുപോയ കോവിഡ് സമയത്തൊക്കെ നടന്ന പ്രാർത്ഥന വിശദീകരിക്കുവാൻ, വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുവാൻ കഴിയുന്നതിനപ്പുറമായിട്ട് ഈ രാജ്യത്ത് എല്ലാ മേഖലകളിലും പ്രാർത്ഥന 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 നടന്നുകൊണ്ടിരുന്നു. സൂമിൽ പ്രാർത്ഥന നടക്കുന്നു, സാമൂഹിക മാധ്യമങ്ങളിൽ പ്രാർത്ഥനകൾ നടക്കുന്നു, ചർച്ചുകളിൽ പ്രാർത്ഥനകൾ നടക്കുന്നു, വീടുകളിൽ പ്രാർത്ഥനകൾ നടക്കുന്നു. ചിലർ യാത്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ചിലർ നടന്നു പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം, ഇപ്പോൾ 3 ചെറുപ്പക്കാർ ആസാമിൽ ധൂബരി എന്ന് പറയുന്ന ലാസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് അവർ ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റ് ആകുന്ന ടിൻസിക്ക വരെ റോഡിലൂടെ നടന്ന് ഏകദേശം 1000-ലധികം കിലോമീറ്റർ, 1500 കിലോമീറ്റർ ഉണ്ട്, അവർ നടന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവർ അമോനി ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. അഥവാ ഒരു 100-150 കിലോമീറ്ററോളം അവർ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം എന്നോട് വിളിച്ച് പറഞ്ഞത് 30 കിലോമീറ്ററോളം നടക്കുവാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കുന്നു. 1-ാം ദിവസം നടന്നു തുടങ്ങിയപ്പോൾ അവർക്ക് കാലിൽ നല്ല വേദനയുണ്ടായിരുന്നു. 2-ാം ദിവസം കുറച്ച് കിലോമീറ്ററുകൾ, 22 കിലോമീറ്റർ അവർക്ക് നടക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ 2-ാം ദിവസം കൂടെ കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കാലിൻ്റെ വേദന അപ്രത്യക്ഷമായി. ഇപ്പോൾ അവർ ഏകദേശം 30 കിലോമീറ്ററോളം ഒരു ദിവസം അവർക്ക് നടക്കുവാൻ കഴിയുന്നു. രാവിലെ ഒരു 4 മണി മുതൽ ഒരു 11 മണി വരെ നടക്കും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ നടക്കത്തുള്ളൂ. ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി കഴിയുമ്പോൾ വീണ്ടും നടന്നൊരു 7 മണി വരെ നടക്കും. നടന്ന് ചെല്ലുന്ന ഇടത്ത് കിടന്നുറങ്ങും. അവിടെ ഏതെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ ഒരു ലോഡ്ജോ കണ്ടെത്തി അവിടെ കിടന്നുറങ്ങുന്നു. വീണ്ടും അടുത്ത ദിവസം എഴുന്നേറ്റ് വീണ്ടും നടക്കുകയാണ്. മഹാത്ഭുതകരമല്ലേ? മഹാത്ഭുതകരം, മഹാത്ഭുതകരം. അവർ 150 കിലോമീറ്ററിലധികം ഇപ്പോൾ കഴിഞ്ഞു പോയ 3-4 ദിവസത്തിനുള്ളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നടന്ന് ടിൻസിക്ക വരെ നടക്കുവാനാണ്. നടന്ന് പ്രാർത്ഥിക്കുന്നു. ധൂബരി മുതൽ ടിൻസിക്ക വരെ നടന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള വിവിധ പ്രാർത്ഥനകൾ ഈ പോയ വർഷങ്ങളിൽ അതിശക്തമായി ഉണർവിന് വേണ്ടി അതിശക്തമായി ഉയരുകയുണ്ടായി. അപ്പോൾ ഉണർവിൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാകുന്നു പ്രാർത്ഥനയെന്ന് പറയുന്നത്. ആഗ്രഹം, പ്രാർത്ഥന. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടിയുള്ള തീവ്രമാകുന്ന ആഗ്രഹവും വചനത്തിലേക്ക് ശ്രദ്ധ തിരിയുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരും. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഒരു തലമുറ. ഇത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അനേകർ മറ്റ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ബൈബിളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ബൈബിൾ വചനങ്ങൾ അവർക്കെല്ലാമായി തീരുന്നു. തേനിലും തേൻകട്ടയിലും മധുരമുള്ള വചനമായിട്ട് അവരതിനെ സ്വീകരിക്കുകയാണ്.
ഈ മൂന്നാമത്തെ കാര്യവും ഈ അടുത്ത നാളുകളിൽ സജീവമായി കാണുവാൻ കഴിഞ്ഞു. ഇനി നാലാമത്, ഇങ്ങനെ ഒരു ഉണർവുണ്ടാകുന്ന സന്ദർഭത്തിൽ ഉണർവാണോ എന്ന് അറിയുവാൻ വേണ്ടിയുള്ള ചില അടയാളങ്ങളാണ്. ഒന്ന്, ആഗ്രഹമുള്ള ഒരു തലമുറ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുന്നു, വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുന്നു. നാലാമത്, ഇത് ഉണർവാണ് എങ്കിൽ മനുഷ്യ നിർമ്മിതമായിരിക്കുകയില്ല. ഉണർവിനെ മനുഷ്യന് നിർമ്മിക്കുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനാലാണ് ഉണർവുണ്ടാകുന്നത്. അത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയോ പ്രതീക്ഷിക്കുന്ന സമയത്തോ ആയിരിക്കുകയില്ല അതുണ്ടാകുന്നത്. അതാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ അതിന് കൃത്യമായിട്ടൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, പെട്ടെന്ന്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് ഉണർവുണ്ടാകുന്നത്. മനുഷ്യനിർമ്മിതമാകുന്നുവെങ്കിൽ നമുക്കറിയാം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ ഉണർവുണ്ടാകും, ഇന്ന ദിവസം ഉണർവുണ്ടാകും. മനുഷ്യനിർമ്മിതമാകുന്ന ഉണർവുകളുണ്ട്. അവരതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, മാനുഷികമാകുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. എന്നാൽ യഥാർത്ഥ ഉണർവെന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല, പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്നതാണ് യഥാർത്ഥ ഉണർവ്. പെട്ടെന്നുണ്ടാകുന്നതാകുന്നു ആ ഉണർവ്. ഈ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങൾ നമുക്ക് ഇലക്ട്രോണിക് സിറ്റിയിൽ നടക്കുന്ന ഉണർവുമായിട്ട് അതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. അതിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. ഇലക്ട്രോണിക് സിറ്റിയിൽ നടക്കുന്ന ആ ഉണർവ്, അത് എങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്? നമുക്ക് ഒന്നാമത്തെ കാര്യം തന്നെ ആഗ്രഹം ഉണ്ടായോ? തീവ്രമാകുന്ന ആഗ്രഹം. ഈ പറയുന്നത് പോലെ ഒരു കൂട്ടം ആളുകൾക്ക് ആഗ്രഹമുണ്ടായി. ഇലക്ട്രോണിക് സിറ്റിയിലെ ചേർച്ചിന് നേതൃത്വം കൊടുക്കുന്ന ആ ദൈവദാസന്മാർക്കും അവിടെയുള്ള ദൈവമക്കൾക്കും എല്ലാം അവരതുകൊണ്ടല്ലേ 21 ദിവസം ഉപവസിക്കുന്നത്. ആ ഉപവാസത്തിൻ്റെ ഇടയിലല്ലേ ഈ ഉണർവ് പൊട്ടിപ്പുറപ്പെടുന്നത്. അതിനു മുന്നമേ തന്നെ അവർക്ക് റിവൈവൽ നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉണർവ് എന്ന് പറയുന്നത് അവരുടെ ഫോക്കസായി തീർന്നു. 2020 പെന്തക്കോസ്റ്റ് എന്നുള്ളൊരു ടൈറ്റിലിലൂടെ അവർ ആരംഭിച്ച് പിന്നെ അത് റിവൈവൽ നൈറ്റ്സായി, കോഡ് വരുമ്പോഴേക്കും അത് റിവൈവൽ നൈറ്റ്സായി തീരുന്നു. അങ്ങനെ റിവൈവൽ എന്നതിൽ അവർ ഫോക്കസ്ഡ് ആയിരുന്നു. അവരുമായി ബന്ധപ്പെട്ട അതേപോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ റിവൈവൽ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടന്നു, റിവൈവലിനെ ഗർഭം ധരിച്ചിരുന്നു. ഇനി നോക്കാം, പ്രാർത്ഥന. വളരെ സജീവമായി പ്രാർത്ഥന ഉയർന്നിട്ടുണ്ടോ? തീവ്രമായ പ്രാർത്ഥന ഉയർന്നു. ഇലക്ട്രോണിക് സിറ്റിയിൽ തന്നെ തീവ്രമാകുന്ന പ്രാർത്ഥന ഉയർന്നു. 3, വചനത്തിൻ്റെ പ്രാധാന്യം. ഈ റിവൈവൽ നൈറ്റ്സിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വചനം ഫോക്കസ്ഡായിട്ട്, ബൈബിൾ ഫോക്കസ്ഡായിട്ട് ആ വചന ശുശ്രൂഷകൾ മുന്നോട്ട് പോകുന്നത് വളരെ ആഴത്തിൽ കാണുവാൻ കഴിയുന്നു. അതെല്ലാം വളരെ ആഴമുള്ള ഡെപ്തുള്ള വേർഡായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ ഈ 3 അടയാളങ്ങൾ. 4, ഇത് ഉണ്ടായത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, അപ്രതീക്ഷിതമായിട്ട്. 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. ആ ഉപവാസ പ്രാർത്ഥന ആ സൺഡേയിൽ ക്ലോസ് ചെയ്യാനിരിക്കുകയാണ്. സൺഡേയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നൊരു ദേവദാസൻ അവിടെ കടന്നു വന്ന് ശുശ്രൂഷിക്കും. അങ്ങനെ അത് ക്ലോസ് ആകും. ശനിയാഴ്ച വരെ പാസ്റ്റർ റൈസൻ ശുശ്രൂഷിച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങിപ്പോകും. എല്ലാം ക്രമീകരിച്ചിരുന്നു, കൃത്യമായിട്ട് ക്രമീകരിച്ചിരുന്നു. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ ഉപവാസം കഴിയുന്നതോടുകൂടി അതിന് ചുമതലപ്പെട്ടവർ, അതിൽ ആയിരിക്കുന്ന ദേവദാസന്മാർ, അവർക്ക് വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷകളുണ്ട്. അങ്ങനെ അവർ യാത്ര ചെയ്യുവാനിരിക്കുന്നു. ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെ യാത്ര ചെയ്യുവാനിരിക്കുന്നു. അതെല്ലാം നേരത്തെ തന്നെ അവരുടെ സ്കെഡ്യൂൾസ് എല്ലാം വളരെ കൃത്യമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെ വേറെ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാകുന്നു 19ാമത്തെ ദിവസം, ഉപവാസത്തിൻ്റെ 19ാമത്തെ ദിവസം അപ്രതീക്ഷിതമായി, ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ അപ്രതീക്ഷിതമായിട്ട് ഉണർവ് പൊട്ടിപ്പുറപ്പെടുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതാണ് ബാംഗ്ലൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ഉണർവ് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ആ ഉണർവിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഇപ്പോൾ അതവിടെ സംഭവിക്കുന്നു. അവർ കൂടുന്ന ആ ചർച്ച് നിറഞ്ഞിരിക്കുകയാണ്. അതൊരു ചെറിയ ചർച്ചാണ്. 250 പേർക്ക് മാത്രമേ അതിനകത്ത് പരമാവധി ഇരിക്കുവാൻ കഴിയത്തുള്ളൂ. ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ ഞാനവിടെ ശുശ്രൂഷിച്ചപ്പോൾ പകൽ മീറ്റിങ്ങിൽ ഒരു 60-70 പേര് മാത്രമാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. രാത്രി മീറ്റിങ്ങിൽ ചിലപ്പോൾ ഒരു 100 പേര് അല്ലെങ്കിൽ ഒരു 125 പേര് കടന്നു വരുമായിരുന്നു.
എന്നാൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടെ ആ ചർച്ച് ഹാള് നിറഞ്ഞിട്ട് കവിഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. ആളുകൾ ആ ചർച്ച് ഹാളിൽ നിറഞ്ഞിരിക്കുകയാണ്. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആളുകൾ നിറഞ്ഞിരിക്കുന്നു. നേരത്തെ അവരുടെ ലൈവ് പ്രോഗ്രാം സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒരു 100 അല്ലെങ്കിൽ ഒരു 150 ആളുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ എണ്ണം വർദ്ധിച്ചു. 1000 സോഷ്യൽ മീഡിയയിലിരുന്ന് കാണുകയാണ്. ഈ കാണുന്നവർ മണിക്കൂറുകളിരുന്ന് കാണുന്നു. നോർത്ത് ആംപ്ടണിൽ നിന്നൊരു പാസ്റ്റർ എന്നെ വിളിച്ചു. ഇംഗ്ലണ്ടിലെ നോർത്ത് ആംപ്ടണിൽ നിന്ന്. അദ്ദേഹം TV ഓൺ ചെയ്ത് അങ്ങിട്ടിരിക്കുകയാണ്. ഈ ലൈവ് എപ്പോഴും നടക്കുകയാണ്. എപ്പോഴും ഈ ലൈവ് അവരുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഞായറാഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നുപോയി. അവർക്ക് അവരുടെ ഓഡിറ്റോറിയം ഏതാണ്ട് 2 മണിക്കൂറെങ്ങാണ്ടാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ലഭിക്കുന്നത്. അതിൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കും. അതിനുശേഷം വചന ശുശ്രൂഷ. അങ്ങനെയാണ് ആ ശുശ്രൂഷകൾ അവസാനിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച അവർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നു. ആരാധന ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ സാന്നിധ്യം, ദൈവസാന്നിധ്യം, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ദൈവസാന്നിധ്യം അവരുടെ ആരാധനയിൽ നിറയുകയും സമയം പോയത് അവരറിഞ്ഞില്ല. സമയം പോകുന്നത് അറിയില്ല. അതൊരു ഉണർവിൻ്റെ അടയാളമാണ്. സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഈ ശുശ്രൂഷ 3.5 മണിക്കൂർ വരെ ഈ ആരാധന മാത്രം പോയി. വചനമൊന്നും ശുശ്രൂഷിച്ചില്ല. 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഹാളിൻ്റെ അധികൃതർ വന്ന് പറഞ്ഞു, ടൈം നിങ്ങൾ കൂടുതൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഓഡിറ്റോറിയം പെട്ടെന്ന് വിട്ടുതരിക. അപ്പോഴാണ് അവരറിയുന്നത് 3.5 മണിക്കൂറായിട്ട് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിൽ നിന്ന് ഒരു പാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, അവരുടെ വീട്ടിൽ ഇതുപോലെ TV ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. 24 hours ഈ നടക്കുന്ന ആരാധന. അപ്പോൾ ഇവർ വീട്ടിൽ അവൈലബിൾ ആകുന്ന സമയത്തെല്ലാം ആ സമയത്തെല്ലാം TV ഓണായി കിടക്കുകയാണ്. അവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം പോയി. പ്രാർത്ഥന സ്റ്റോപ്പാകുന്നില്ല. അവിടെയും ഓഡിറ്റോറിയത്തിൻ്റെ ചുമതലപ്പെട്ടവർ വന്ന് പറഞ്ഞു, നിങ്ങൾ സമയം കൂടുതലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, വേഗം ഹാൾ വിട്ടുതരിക. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ദീർഘമണിക്കൂറുകൾ ആരാധന നീണ്ടുപോവുകയാണ്. വീണ്ടും അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. അവർക്ക് തികയുന്നില്ല. വീട്ടിൽ ചെന്നതിന് ശേഷം വീട്ടിൽ ആരാധന തുടരുകയാണ്. ബാംഗ്ലൂരിൽ നടക്കുന്ന ഉണർവുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. രോഗികൾ സൗഖ്യമാകുന്നു. അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു കൊടിയ കാറ്റടിക്കുന്നത് പോലെയുള്ളൊരു മുഴക്കമല്ലേ? ഇതാ എല്ലായിടങ്ങളെയും നിറയ്ക്കുന്ന ഒരു ശുശ്രൂഷയല്ലേ വെളിപ്പെടുന്നത്. ഇവിടെയും ശ്രദ്ധിക്കുക, സമയം പോകുന്നത് അറിയുന്നില്ല. ഞാനവിടെ ആയിരുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഷിനു മറിയം, കർത്താവിൻ്റെ ദാസി ഷിനു മറിയം ആരാധന ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അസാധാരണമാകുന്നൊരു സ്റ്റിൽനെസ് വെളിപ്പെട്ടു. ആ മോൾ ആരാധന നിർത്തി. അവൾ വേദിയിൽ നിന്ന് വിട്ടുപോയി. ആളുകൾ ഒറ്റ ഇരിപ്പിരുന്നു. സാന്നിധ്യം തിക്കായിട്ട് വെളിപ്പെടുകയാണ്. 2.5 മണിക്കൂർ നിശബ്ദമായിട്ട് ആ ഓഡിറ്റോറിയത്തിനകത്തുള്ളവർ മുഴുവൻ ഇരിക്കുകയാണ്. 2.5 hours. ചിലർ കരയുന്നുണ്ട്. ആരും ശബ്ദം ഉണ്ടാക്കുന്നില്ല. ചിലർ കരയുന്നുണ്ട്. കരയെന്ന് പറയുന്നത് കണ്ണുനീരൊഴുകുന്നു, ശബ്ദം ഉണ്ടാക്കാതെ. 2.5 hours. സമയം പോകുന്നത് അറിയുന്നില്ല. അതിനുശേഷം ശുശ്രൂഷിക്കാൻ കയറിയ ദേവദാസൻ ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ 6.5 hours, 6.5 മണിക്കൂർ ആ ദേവദാസൻ ശുശ്രൂഷിക്കുകയാണ്. 6.5 മണിക്കൂർ. മറ്റൊരു ദേവദാസൻ ഉണർവ് അങ്ങോട്ട് തുടങ്ങിയ സമയത്ത് വൺ സ്ട്രെച്ചിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എന്നാലും 10 hours അദ്ദേഹം ശുശ്രൂഷിച്ചു. 10 hours ഒരാൾ നിന്ന് പ്രസംഗിക്കുകയോ, 6.5 hours, 6.5 മണിക്കൂർ ഒരാൾ നിന്ന് പ്രസംഗിക്കുകയോ. പ്രിയമുള്ളവനെ, വലിയ സാധ്യതകൾ. ഞാനും അവിടെ ശുശ്രൂഷിച്ചപ്പോൾ എനിക്ക് ഈ സമയത്തെക്കുറിച്ച് ഒരു പുതിയ വ്യക്തത ലഭിക്കുകയുണ്ട്. എനിക്ക് നഷ്ടമായ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. അസാധാരണമാകുന്ന ദൈവസാന്നിധ്യം വരുന്ന സന്ദർഭത്തിൽ ഞാനൊരു മാക്സിമം 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ 3 മണിക്കൂറാകുമ്പോൾ ഞാൻ എങ്ങനെയാണെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. പിന്നെയും 1 മണിക്കൂറൂടെ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഞാൻ ശുശ്രൂഷകൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് ഈ കഴിഞ്ഞു പോയ ആളുകളെല്ലാം പല സന്ദർഭങ്ങളിലും അസാധാരണ ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഓക്കെ, മാക്സിമം ഈസ് 2.5 hours ശുശ്രൂഷിച്ചാൽ മതി, അല്ലെങ്കിൽ 3 hours ശുശ്രൂഷിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം നമ്മുടെ തലച്ചോറിനകത്ത് രജിസ്റ്റർ ചെയ്ത് കിടക്കുകയായിരുന്നു. ഇവിടെ ചെന്ന് ഇലക്ട്രോണിക് സിറ്റിയിൽ ശുശ്രൂഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ ഒരു വലിയ നഷ്ടം. പുതിയ തലമുറയ്ക്ക് അതുണ്ടാകാതിരിക്കുവാൻ വേണ്ടി പറയുന്നു. എന്തോ ഒരു വലിയ നഷ്ടം. 6.5 മണിക്കൂർ 8 മണിക്കൂർ ശുശ്രൂഷിച്ചിട്ടും നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കഴിയുന്നില്ല. വചനം വീണ്ടും പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
തുടർമാനമായി വചനം പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവത്താൽ സംഭവിക്കുന്ന കാര്യം, ഹോളി സ്പിരിറ്റിനാൽ സംഭവിക്കുന്ന കാര്യം. നിങ്ങൾ നോക്കുക, അവിടുത്തെ എക്യുപ്മെൻറ്റുകൾ, അവിടുത്തെ ക്യാമറകൾ ഇതുവരെ 9 ദിവസമായിട്ട് ഓഫ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ഓഫ് ചെയ്യാൻ കഴിയത്തില്ല. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് കട്ടായി പോകും. കീബോർഡ് ചിലപ്പോൾ ഇടയ്ക്ക് വല്ലതും വിശ്രമം കൊടുത്തു, അറിയില്ല. വിശ്രമം കൊടുക്കാനൊക്കത്തില്ല. അവിടെ 2 കീബോർഡ്സേ ഉള്ളത്, ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും കീബോർഡ്സിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കീബോർഡ്സ് ഓഫ് ചെയ്തിട്ടില്ല. ആ ഹോളിനകത്ത് ലൈറ്റ്സ് ഓഫായിട്ടില്ല. 10 ദിവസമായിട്ട് ലൈറ്റ്സ് ഒന്നും ഓഫായിട്ടില്ല. എയർ കണ്ടീഷൻ 10 ദിവസമായിട്ട് ഓഫായിട്ടില്ല. മീഡിയയിലുള്ള എല്ലാ എക്യുപ്മെൻറ്റുകളും 10 ദിവസമായിട്ട്, സൗണ്ട് സിസ്റ്റം 10 ദിവസമായിട്ട് ഓഫായിട്ടില്ല. 24 hours നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓ Rasipelle Rofaka Sabitele Lemofvasekal, Vejuvala Ribaka, Sukoto Badani Abatukele, Mansur Batutekal, Bajubatana, Liborova Secateri, Lamature Besicatarala, Ban Subajani, Lekura Bahasoteri, Toseni, Allah Rabahatari, Shura Labahasakotur, Niabahotere, Baushana Diardana. Glory, glory, hallelujah, hallelujah. പ്രിയമുള്ളവരെ, നമ്മൾ നീണ്ട നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഉണർവിന് വേണ്ടിയാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ഉണർവ് ഇതാ വന്നിരിക്കുന്നു, നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നു. നമ്മൾ ഇരു കൈകളും നീട്ടി അത് സ്വീകരിക്കണം. എനിക്കുള്ളതാണ്, എന്നെ ഒരു ഉണർവാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ ആ ലൈവ് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അതിനും അപ്പുറം അവിടേക്ക് പോകാൻ കഴിയുമെങ്കിൽ അവിടേക്ക് പോകണം, ബാംഗ്ലൂരിലേക്ക് പോകണം. അങ്ങനെയെങ്കിൽ ഈ ഉണർവിൻ്റെ ഫലമായിട്ട് പല സ്ഥലങ്ങളിൽ ഇതേപോലെ സമാനമാകുന്ന ഉണർവുകൾ പൊട്ടിപ്പുറപ്പെടുവാൻ പോകുന്നു. അസ്ബറി എന്ന് പറയുന്ന കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പെട്ടെന്ന് ലീ കോളേജിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു, മറ്റു കോളേജുകളിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു, മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു, ഉഗാണ്ടയിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു, ഇംഗ്ലണ്ടിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു, പല സ്ഥലങ്ങളിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. ആസ്ബറി അവരത് സ്റ്റോപ്പ് ചെയ്തു. ആ പൊട്ടിപ്പുറപ്പെട്ട ഉണർവുകളെല്ലാം എല്ലാവരും സ്റ്റോപ്പ് ചെയ്യുകയുണ്ടായി. ഇതാ വീണ്ടും കർത്താവ് ഇന്ത്യയെ സ്നേഹിക്കുന്നു, ഇന്ത്യയെ സ്നേഹിക്കുന്നു, ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഇന്ത്യയിലേക്കൊരു ഉണർവിനെ അയച്ചിരിക്കുകയാണ്. ഈ ഉണർവിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുവാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് പല സ്ഥലങ്ങളിൽ ഇതേപോലെ നോൺ സ്റ്റോപ്പ് റിവൈവലുകൾ പൊട്ടിപ്പുറപ്പെടുവാൻ പോകുന്നു. സദേൺ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും സംഭവിക്കുവാൻ പോകുന്നു. ഗൾഫ് നേഷൻസിൽ സംഭവിക്കുവാൻ പോകുന്നു. പല സ്ഥലങ്ങളിൽ ഉണർവുകൾ പൊട്ടിപ്പുറപ്പെടുവാൻ പോകുന്നു. ആമേൻ. ഹോ ഹല്ലേലൂയ. മാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രവചനമുണ്ട്. എൻഡ് ടൈം റിവൈവലുമായി ബന്ധപ്പെട്ട് ഉണർവുകൾ പൊട്ടിപ്പുറപ്പെടുവാൻ പോകുന്ന 3 രാജ്യങ്ങൾ. 1 ഇന്ത്യ, 2 ചൈന, 3 UK, യുണൈറ്റഡ് കിങ്ഡം, ഇംഗ്ലണ്ട്. അതിൽ ഇന്ത്യയിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങ് അയച്ച ഉണർവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇരു കരങ്ങളും നീട്ടി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഹൃദയം തുറന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. ആമേൻ. മുട്ടുകൾ മടക്കി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥന ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ ഈ ഉണർവിനെ സ്വീകരിക്കുന്നു. ഞങ്ങൾ ഈ ഉണർവിനെ സ്വീകരിക്കുന്നു. ഞങ്ങൾ ഈ ഉണർവിനെ സ്വീകരിക്കുന്നു. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. ഓരോരുത്തരും ഉണർവായി തീരട്ടെ. എൻ ടൈം റിവൈവൽസ് ആയി തീരട്ടെ. ഓരോരുത്തരും എൻ ടൈം റിവൈവലായി തീരട്ടെ. മെൽ അസുവത്തനെ ആമന ഹതുവ നിജി അമോവാത്തർ ബിൽന ജൈന ബഹുഷകന രജു ലുമറു ഫോതറ സീരാമാതൽ കബോറജ ജിന ജിന വറബസൈതന ലഹു വശകറ ബാസന്തന ലിയാന്തര. അസാധാരണമാകുന്നൊരു തീ ഇപ്പോൾ ഇത് കേൾക്കുന്നവരുടെ മേൽ വന്നു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു തീ കത്തട്ടെ. അഭിഷേകത്തിൻ്റെ ഒരു തീ കത്തട്ടെ. അഭിഷേകത്തിൻ്റെ ഒരു തീ കത്തട്ടെ. അഭിഷേകത്തിൻ്റെ ഒരു തീ കത്തട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സൈനസൈറ്റിസ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. റണ്ണിങ് നോസ്, തുമ്മൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നീണ്ട നാളുകളായി അനുഭവിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ച ശക്തി കുറയുന്നവർ ഇപ്പോൾ അവരുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നോർമലായി തീരട്ടെ. സർജറികൾ മാറിപ്പോകട്ടെ. തിമിരവുമായി ബന്ധപ്പെട്ട സർജറികൾ ക്യാൻസലാകട്ടെ. തിമിരം, ആ രോഗം അപ്രത്യക്ഷമാകട്ടെ. നട്ടലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാറാരോഗങ്ങൾ, മരണകരമാകുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ.
രോഗികളെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, ജോലിയില്ലാത്തവർ, അവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കണമേ. യേശുവേ, അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്യണം, ബ്ലസ് ചെയ്യണം, ബ്ലസ് ചെയ്യണം. യേശുമായി അടുത്ത് ജീവിക്കുവാൻ സഹായിക്കണം. അങ്ങ് ബ്ലസ് ചെയ്യുന്നതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ സന്ദേശം തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപുരസ്സരം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.